പ്രിയ സുഹൃത്തുക്കളെ, താൻ എങ്ങനെയാണ് ഭാവിയിൽ അറിയപ്പെടേണ്ടത് എന്നൊരു ചോദ്യം ഒരു അഭിമുഖത്തിൽ PGയുടെ മുമ്പാകെ വരുന്നുണ്ട്. അതിന് PG നൽകിയ മറുപടിയിലെ പ്രധാനപ്പെട്ട ഒരാശയം മാർക്സിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും മാനവിക സത്തയ്ക്കെതിരായ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരാൾ എന്ന നിലയിലാണ് PG ആ അഭിമുഖത്തിൽ തന്നെ സ്വയം വിശദീകരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മാർക്സിസം എന്നത് അതിൻ്റെ ചരിത്രത്തിൽ പല പ്രകാരങ്ങളിൽ വികസിക്കുകയും ചിലപ്പോഴൊക്കെ തമ്മിൽ വ്യത്യസ്തമായ ഊന്നലുകളോടെ നിലകൊള്ളുകയും ഒക്കെ ചെയ്ത ഒരു വലിയ പ്രവണതയാണ്. അതിൽ മാനവവാദപരമായ ഉള്ളടക്കമുണ്ട്. ഹ്യൂമനിസ്റ്റ് മാർക്സിസം എന്നൊക്കെ അറിയപ്പെട്ട വീക്ഷണഗതികളുണ്ട്. ഹ്യൂമനിസ്റ്റ് മാർക്സിസമേ അല്ല എന്ന് കരുതിയ മാർക്സിസ്റ്റുകളുമുണ്ട്. ലൂയി അൽത്യൂസറെ പോലെയൊക്കെയുള്ള മാർക്സിസ്റ്റ് ചിന്തയുടെ ചരിത്രത്തിലെ വലിയ പേരുകാരിൽ ചിലർ മാനവവാദപരമായ മാർക്സിസത്തിൻ്റെ സത്തയ്ക്ക് നിരക്കുന്നതല്ല എന്ന് വരെ വാദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മാർക്സിസം എന്നത് ഒരു ഏകശിലാരൂപത്തിലുള്ള ഒരു സൈദ്ധാന്തിക സമീപനമാണ് എന്ന കാഴ്ചപ്പാട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ വരെയൊക്കെ സാമാന്യം പ്രബലമായിട്ടുണ്ടായിരുന്നെങ്കിലും 1-2 ലോകയുദ്ധങ്ങൾക്കിടയിൽ അതിന് വലിയ മാറ്റം വന്നു. ധാരാളം ആലോചനകൾ മാർക്സിസത്തെ മുൻനിർത്തി നടന്നു. 1920കളിലും 30കളിലും ഒക്കെ ആയിട്ട് മാർക്സിൻ്റെ തന്നെ അക്കാലം വരെ പ്രകാശിതമാകാതിരുന്ന ധാരാളം കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. മാർക്സിൻ്റെ ആദ്യകാല കൃതികൾ. ഒരുപക്ഷെ മാർക്സിസ്റ്റ് ചിന്തയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയാവുന്ന എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സ്, പാരീസ് കയ്യെഴുത്ത് പ്രതികൾ എന്ന പേരിലുമൊക്കെ അറിയപ്പെട്ട കയ്യെഴുത്ത് പ്രതി 1920കളുടെ അവസാനം 28-ലോ മറ്റോ ആണ് അത് പുറത്തു വരുന്നത്. അപ്പോഴേക്കും ലെനിൻ മരിച്ചു കഴിഞ്ഞിരുന്നു. മാർക്സിൻ്റെ കൃതികളെ മുൻനിർത്തി സോവിയറ്റ് യൂണിയനിലടക്കം മാർക്സിസത്തെക്കുറിച്ചുള്ള വളരെ വ്യവസ്ഥാപിതമായ ധാരണകൾ പലതും നിലവിൽ വന്നിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഞാൻ ഈ പറഞ്ഞ എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സ് പോലെ, ജർമ്മൻ പ്രത്യയശാസ്ത്രം പോലെ, പിന്നീട് മൂലധനത്തിൻ്റെ പഠനക്കുറിപ്പുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രുൻഡ്രിസെ എന്ന ഗ്രന്ഥം പോലെ, വടക്കേ അമേരിക്കയിലെ വർണ്ണവിവേചനത്തെക്കുറിച്ച് അവസാന കാലത്ത് മാർക്സ് നടത്തിയ ആലോചനകൾ സംഗ്രഹിച്ച് പ്രസിദ്ധീകരിച്ച എത്നോഗ്രഫിക്കൽ നോട്ട്ബുക്സ് പോലെയുള്ള ധാരാളം കൃതികൾ പുറത്തു വരികയും അവ മാർക്സിസത്തെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന വീക്ഷണങ്ങൾ പലതിനോടും പൊരുത്തപ്പെടാത്തതായി മാറുകയും ചെയ്തു. ഈ മാറ്റങ്ങളോടെല്ലാം, സൈദ്ധാന്തികമായി വന്ന മാറ്റങ്ങളോട്, മാർക്സിസത്തിനുള്ളിൽ തന്നെ നടന്ന പുനരാലോചനകളോട്, അതോടൊപ്പം മാർക്സിസ്റ്റ് ചിന്തയ്ക്ക് പുറത്ത് അരങ്ങേറിയ ധൈഷണികമായ നവീകരണങ്ങളോട് ഒക്കെ സംവാദസന്നദ്ധമായി നിലകൊണ്ട് അതിനെ മാർക്സിസത്തിൻ്റെ ഊർജവുമായി കൂട്ടിയിണക്കാൻ പറ്റുമോ എന്ന് ഏറ്റവും കൂടുതൽ ആലോചിച്ച ഒരാൾ PG ആണ്. ഒരുപക്ഷെ PGയുടെ ഏറ്റവും വലിയ സംഭാവന ബെവ്സകാവിയുടെ വൈജ്ഞാനിക വിപ്ലവം എന്ന കൃതിയെക്കുറിച്ച് വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. ശാസ്ത്രത്തെ കേവല ശാസ്ത്രമായി കാണാതെ അതിനെ സംസ്കാര ചരിത്രം എന്ന നിലയിൽ കാണാൻ ശ്രമിക്കുക എന്നത് താരതമ്യേന പുതിയ ഒരു പ്രവണതയാണ്. വളരെ പുതിയത് എന്ന് 100% പറയാനും പ്രയാസമാണ്. കാരണം ശാസ്ത്രചരിത്രം ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായി അവതരിപ്പിച്ച PG തന്നെ വലിയ തോതിൽ ഉദ്ധരിക്കാറുള്ള, വിശദീകരിക്കാറുള്ള JD ബർണൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിന് നൽകിയ പേര് തന്നെ
ഈ ഒരു സൂചന ഉൾക്കൊള്ളുന്നുണ്ട്. ശാസ്ത്രചരിത്രം എന്ന നിലയിൽ ഹിസ്റ്ററി ഓഫ് സയൻസ് എന്ന് പറയാതെ ബർണൽ അതിനെ സയൻസ് ഇൻ ഹിസ്റ്ററി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്രം ചരിത്രത്തിൽ. ശാസ്ത്രത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കുമൊന്നും വിധേയമാകാത്ത ശാസ്ത്രത്തിൻ്റെ കേവല ചരിത്രം എന്ന ആശയമാണ് വരിക. യഥാർത്ഥത്തിൽ ശാസ്ത്രം നിലനിൽക്കുന്നത് അങ്ങനെയല്ല. സമ്പത്തിൻ്റെ, ഭരണകൂടങ്ങളുടെ, അധികാര താല്പര്യങ്ങളുടെ, വംശീയമായ മുൻവിധികളുടെ ഒക്കെ സ്വാധീനം ശാസ്ത്രത്തിനകത്തും ഉണ്ട്. ഇപ്പോൾ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് എംഗൽസ് തന്നെ അത്തരം നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം എന്നത് ശാസ്ത്രീയ ജ്ഞാനമായിരിക്കെ തന്നെ സാംസ്കാരികമായ ഉള്ളടക്കം കൂടി ഉള്ളതാണ് എന്ന വളരെ അടിസ്ഥാനപരമായ ഒരാശയത്തെ മലയാളത്തിൽ ശാസ്ത്രചരിത്രത്തെ മുൻനിർത്തി പ്രയോഗിച്ചു നോക്കി ഏറ്റവും ബൃഹത്തായ പരിശ്രമം പി ജിയുടേതാണ്. ആ കൃതിയുടെ മൗലിക പ്രാധാന്യം, പി ജി ആ പുസ്തകം എഴുതി അതേ സമയത്ത് പുറത്തു വന്ന പല ഗ്രന്ഥങ്ങൾ, സാങ്കേതിക വിദ്യയുടെ ചരിത്രമായിട്ടും മറ്റുമൊക്കെ പുറത്തു വന്ന ഗ്രന്ഥങ്ങൾ ഏതാണ്ട് അതേ കാലത്ത് വന്നതാണ്. അവയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴാണ് എങ്ങനെയാണ് പി ജി അറിവ് എന്ന് പറയുന്നതിനെ ഒരു സാമൂഹ്യ ബന്ധമായി എപ്പോഴും ആവിഷ്കരിച്ചു കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. പി ജിയെ സംബന്ധിച്ച് ഏത് വിഷയത്തിൽ നിന്നും സമൂഹത്തിലേക്കും സമൂഹ ബന്ധത്തിലേക്കും ധാരാളം വഴികൾ തുറന്നു കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാർക്സിസം ജന്മം നൽകിയ വ്യത്യസ്തങ്ങളായ ഊന്നലുകളെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പടിഞ്ഞാറൻ മാർക്സിസം എന്നറിയപ്പെട്ട പ്രവണതയാകാം, ഘടനാവാദ മാർക്സിസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവണതകളാകാം, ഇവയ്ക്കൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളും ആകാം. അവയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവയോടെല്ലാം സംവദിക്കാനും നമ്മുടെ കാലത്തിലേക്ക് അതിൽ നിന്ന് എന്താണ് ഉൾക്കൊള്ളാൻ കഴിയുക എന്നാലോചിക്കാനും സന്നദ്ധമായ ഒന്നായിരുന്നു പി ജിയുടെ സമീപനം. അതിൽ പലർക്കും യോജിപ്പുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ ശരിയായ ഒരു മാർക്സിസ്റ്റ് സമീപനമല്ല എന്നുവരെയുള്ള വിമർശനങ്ങൾ ചിലരെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ പി ജി തൻ്റെ സമീപന രീതിയെ അടിസ്ഥാനപരമായി തുറസ്സുള്ള ഒന്നാക്കി നിലനിർത്താനാണ് ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ യാഥാർത്ഥ്യത്തിൻ്റെ മാറിവരുന്ന പ്രകാരങ്ങളെ, പ്രകൃതത്തെ തൻ്റെ സൈദ്ധാന്തിക വീക്ഷണത്തിനനുസരിച്ച് അതിനെ മാറ്റിയെടുക്കുകയല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന മട്ടിൽ മാർക്സിസ്റ്റ് ധാരണകളെ തന്നെ പുതുക്കേണ്ടതുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടും പി ജിക്കുണ്ടായിരുന്നു. ഇപ്പം ശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞാൽ, ശാസ്ത്രം മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകാത്ത പരിശുദ്ധജ്ഞാനമാണ് എന്നതാണ് പൊതുവെ ആധുനിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ശാസ്ത്രവാദത്തിൻ്റെ കാഴ്ചപ്പാട്. സയൻറ്റിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പ്രവണതയാണ്. ശാസ്ത്രം അന്തിമ സത്യമാണ് എന്നത്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചു നോക്കിയാൽ പി ജിയുടെ സമീപനം അതല്ല. റിഫർമേഷൻ്റെയും കൗണ്ടർ റിഫർമേഷൻ്റെയും അതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട രാഷ്ട്രീയ പ്രക്രിയകളുടെയും ഒക്കെ സ്വാധീനം എങ്ങനെയാണ് ഗലീലിയോവിനെയും ന്യൂട്ടനെയും കെപ്ലറെയും ഒക്കെ രൂപപ്പെടുത്തുന്നത്, അതെങ്ങനെയാണ് അക്കാലത്തെ ശാസ്ത്രീയ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്നത് എന്ന വളരെ ആഴത്തിലുള്ള, ഒരുപക്ഷെ മലയാള ഭാഷയിൽ മറ്റൊരു ഗ്രന്ഥത്തിലും നമുക്ക് കാണാൻ കഴിയാത്ത അത്രയും കേവല ശാസ്ത്രജ്ഞാനത്തെ സാമൂഹികവും സാംസ്കാരികവുമായ ബന്ധമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന നിലയിലാണ് പി ജി ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ മൗലിക പ്രാധാന്യം അതാണ്. അത് അറിവെന്ന് പറയുന്നതിനെ കേവലവും വസ്തുനിഷ്ഠവുമായ അറിവ് എന്ന പഴയ ഒരു യുക്തിക്കകത്ത് നിർത്താതെ അതിനെ സാമൂഹിക ബന്ധമാണ് അറിവ് എന്ന നിലയിൽ, ഫോയർബാക്ക് തിസീസിൻ്റെ ഒന്നാമത്തെ തിസീസിൽ മാർക്സ് പറയുന്ന ഒരു നിരീക്ഷണം, മാർക്സ് നടത്തുന്ന ഒരു നിരീക്ഷണം, ഫോയർബാക്കിൻ്റെ തകരാറ് യാഥാർത്ഥ്യത്തെ കേവല വസ്തുവായി കാണുന്നു, യാഥാർത്ഥ്യത്തെ ആത്മനിഷ്ഠമായി കൂടി കാണുന്നില്ല എന്നതാണ് എന്ന് പറയുന്നുണ്ട്.
നമ്മുടെ നോട്ടത്തിന് വിധേയമാകുന്ന ഒരു വസ്തു എന്നതുപോലെ ആ വസ്തുവിനെ നോക്കിക്കാണുന്ന നമ്മളും ആ വസ്തുവിനെ കുറിച്ചുള്ള ധാരണയിൽ ഉൾപ്പെടുന്നുണ്ടെന്നും ഒരു വസ്തുവിനെ കുറിച്ചുള്ള വസ്തുനിഷ്ഠ ബോധം ഈ രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ഒരു പ്രയോഗത്തിൻ്റെ പ്രക്രിയയുടെ ഫലമാണ്, അല്ലാതെ കേവലമായൊരു വസ്തുജ്ഞാനമല്ല. കേവലമായൊരു വസ്തുജ്ഞാനമാണ് എന്ന ധാരണ യാന്ത്രിക ഭൗതിക. അതാണ് ഫെയർബാഗിൻ്റെ തകരാറ് എന്ന് മാർക്സ് ഫെയർബാഗ് തിസീസുകളുടെ 1-ാം തിസീസിൽ പറയും. ഈ നിരീക്ഷണത്തെ ഒരുപക്ഷെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള, ശാസ്ത്രജ്ഞാനത്തെക്കുറിച്ചുള്ള മൗലികമായ ഒരു ആലോചനയായി മലയാളത്തിൽ കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട പഠനമാണ് വൈജ്ഞാനിക വിപ്ലവം. ന്യൂട്ടോണിയൻ വിപ്ലവം വരെയുള്ള ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തെ ഇങ്ങനെ മതം, അധികാരം, രാഷ്ട്രീയ സംവാദങ്ങൾ ഇതിനെല്ലാം ഉള്ളിൽ വച്ച് ശാസ്ത്രത്തെ മനസ്സിലാക്കാനുള്ള ശ്രമം. ഇങ്ങനെ മാർക്സിസ്റ്റ് വൈജ്ഞാനികത എന്ന് പറയുന്നതിനെ മാർക്സിസത്തിൻ്റെ കുറിച്ചുള്ള അറിവ് എന്നതിൽ അവസാനിപ്പിക്കാതെ ആ അറിവിൻ്റെ വിവിധ മേഖലകളിലെ പ്രയോഗമാക്കി മാറ്റാൻ PGയുടെ ഇടപെടലിന് കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനം ഈ കൃതിയാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനയായി ഇവിടെ സൂചിപ്പിച്ച നവോത്ഥാന പഠന പരമ്പര. അതേക്കുറിച്ചുകൂടി ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നവോത്ഥാന ചരിത്രം പൊതുവിൽ കേരളത്തിലെ മതജീവിതത്തിലുണ്ടായ നവീകരണങ്ങളെ മുഖ്യമായി പരിഗണിച്ചുകൊണ്ടാണ്. നാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി, അങ്ങനെ ചില പേരുകളിലൂടെയും അവർ മുമ്പോട്ട് വെച്ച, അവരിലൂടെ വികസിച്ചു വന്ന ചില പ്രസ്ഥാനങ്ങളിലൂടെയും നവോത്ഥാനത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നതാണ് പൊതുവിൽ കാണാറുള്ളത്. എന്നാൽ PG എഴുതിയ നവോത്ഥാന ചരിത്രത്തിലെ വോള്യങ്ങൾ ശ്രദ്ധിച്ചാൽ PG ഇവരെല്ലാം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും അതിനപ്പുറം ഒരുപക്ഷെ നമ്മുടെ മുഖ്യധാര നവോത്ഥാന വിചാരത്തിലേക്ക് അക്കാലം വരെ കാര്യമായിട്ടൊന്നും കടന്നു വന്നിട്ടില്ലാത്ത എത്രയോ പേരെ ഏതാണ്ടൊരു 1/4 നൂറ്റാണ്ട് മുമ്പ് നവോത്ഥാനത്തിൻ്റെ മുഖ്യധാര വിചാരത്തിലേക്ക് കൊണ്ടുവരുന്നത് PGയാണ്. ഇപ്പൊ പൊയ്കയിലപ്പച്ചൻ ഒരുപക്ഷെ നമ്മുടെ പൊയ്കയിലപ്പച്ചൻ സ്ഥാപിച്ച PRDS രേഖകളിലും അതുമായി ബന്ധപ്പെട്ട കുമാരഗുരുദേവൻ എന്ന പേരിൽ പൊയ്കയിലപ്പച്ചൻ അറിയപ്പെടുന്നുണ്ട്. കുമാരഗുരുദേവനെ കുറിച്ചുള്ള അനുയായികളുടെ ആലോചനകളിലുമൊക്കെ വരുന്നതിനപ്പുറം കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സ്ഥാനമായി ഒരു കീഴാള ആത്മീയതയുടെ സ്ഥാപകൻ എന്ന നിലയിൽ പൊയ്കയിലപ്പച്ചനെ പ്രതിഷ്ഠിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട പഠനങ്ങളിലൊന്ന് PGയുടെ നവോത്ഥാന പഠനമാണ്. അത് ഇതിൽ മാത്രമല്ല, കുറുമ്പൻ ദൈവത്താനെ കുറിച്ച്, വേലുക്കുട്ടി അരയനെ കുറിച്ച്, പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച്, അങ്ങനെ എത്രയോ പ്രാന്തവൽക്കരിക്കപ്പെട്ട നവോത്ഥാന പാരമ്പര്യങ്ങളെ ഏതാണ്ട് മുഖ്യധാരാ പാരമ്പര്യത്തോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് എഴുതുന്ന അധ്യായത്തിന് തൊട്ട് പിന്നാലെ കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് PG എഴുതിയിട്ടുണ്ട്. VT കേരളത്തിന് സുപരിചിതനാണ്. 25 കൊല്ലം മുമ്പ് ഇപ്പൊ പോലും കുറുമ്പൻ ദൈവത്താൻ എന്ന പേര് കേരളത്തിലെ സാമൂഹ്യ ധാരണയുള്ളവർക്ക് പോലും അപരിചിതമായിരിക്കും. PG പക്ഷേ രണ്ടിനെയും ഒപ്പം ചേർത്ത് വെച്ചാണ് ആ കൃതിയിൽ ചർച്ച ചെയ്യുന്നത്. അതും അവിടെ അവസാനിക്കുന്നില്ല. PGയുടെ നവോത്ഥാന ചർച്ചയിൽ ആര്യവൈദ്യശാലയുണ്ട്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയും PS വാര്യരും അവിടെ വരുന്നുണ്ട്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള അവിടെ വരുന്നുണ്ട്. നവോത്ഥാനം എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആധുനികമായ സംരംഭകത്വത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന ആശയം ഒരുപക്ഷെ ഇത്തരം സ്ഥാപനങ്ങളെ മുൻനിർത്തി ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായ മലയാള മനോരമയെയും ആദ്യത്തെ പ്രധാനപ്പെട്ട നമ്മുടെ വൈദ്യശാലകളിലൊന്നായ കോട്ടയ്ക്കൽ ആയുർവേദ വൈദ്യശാലയെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് വിശദീകരിക്കുന്ന ഒരു രീതി നമ്മുടെ PGയുടെ നവോത്ഥാന പഠനത്തിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത്, നവോത്ഥാനം എന്ന് പറയുന്നതിന് ബഹുതല സ്പർശിയായ പല പ്രവണതകളും പല പ്രകാരങ്ങളുമുള്ള ഒന്നായി അവതരിപ്പിക്കുകയും അവയ്ക്കിടയിലെ ഇണക്കങ്ങളെ എന്ന പോലെ
അവയ്ക്കിടയിലെ വ്യത്യാസങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഒക്കെ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയ സമീപനം, വിഷയ പരിചരണ രീതി നവോത്ഥാന പഠനത്തിൽ നാം ആദ്യം മുഖ്യധാരയിൽ കാണുന്നത് PGയുടെ 4 വോള്യങ്ങളിലാണ്. 2 വോള്യങ്ങൾ കൂടി PG ആലോചിച്ചിരുന്നു എന്ന് അദ്ദേഹം 1-ാം വോള്യത്തിൽ എഴുതുന്നുണ്ട്. രാഷ്ട്രീയ ചരിത്രമായിട്ടും സാഹിത്യ ചരിത്രമായിട്ടും ആ 2 വോള്യങ്ങളും PGക്ക് എഴുതി പൂർത്തിയാക്കാനായിട്ട് കഴിയുണ്ടായില്ല. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ വിജ്ഞാന ചരിത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം മലയാളത്തിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു വിജ്ഞാന മേഖല ഇതുമായി ബന്ധപ്പെട്ടതാണ്. അത് സാംസ്കാരിക പഠനങ്ങളുടേതാണ്, കൾച്ചറൽ സ്റ്റഡീസ്. കേരളത്തിൽ കൾച്ചറൽ സ്റ്റഡീസിനെ മുൻനിർത്തി ആദ്യമായൊരു പഠന വിഭാഗം രൂപപ്പെടുന്നത് കാലടിയിലെ സംസ്കൃത സർവകലാശാലയിലാണ്. 1995-96 ഘട്ടത്തിലാണ് അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ NP ഉണ്ണിയും പൗലോസ് മാഷും ഉണിത്തിരു മാഷും ഒക്കെ ആ യൂണിവേഴ്സിറ്റിയുടെ ചുമതലയിൽ വന്ന സമയത്താണ് സാംസ്കാരിക പഠനങ്ങളുടെ ഒരു പഠനശാഖ ആ സർവകലാശാലയിൽ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി അങ്ങനെ ഒരു പഠന പദ്ധതി അവതരിപ്പിക്കുന്നതും ഇവിടെയാണ്. അന്ന് ആ പഠനശാഖയുടെ രൂപരേഖ അവതരിപ്പിക്കുകയും ആ സാംസ്കാരിക പഠനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് അന്ന് വളരെ പുതിയതായി നിലവിൽ വന്ന അതിനെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുകയും അതിനെ മുൻനിർത്തിയുള്ള ഒരു പഠന പദ്ധതി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിൽ PG വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇതിന് മാർക്സിസ്റ്റ് ചരിത്രത്തിൽ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സംസ്കാരം എന്ന് പറയുന്നത് സാമ്പത്തികവും ഭൗതികവുമായ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന ആശയവ്യവസ്ഥകളാണ് എന്ന താരതമ്യേന യാന്ത്രികമായ ഒരു വീക്ഷണഗതിയോട് മാർക്സിസ്റ്റ് ചിന്ത തന്നെ നടത്തിയ ഒരു വലിയ എതിരിടലാണ് സാംസ്കാരിക പഠനങ്ങൾ എന്ന പേരിൽ 1970-കളിൽ ബ്രിട്ടനിൽ വന്നത്. ബ്രിട്ടീഷ് കൾച്ചറൽ സ്റ്റഡീസ്. വലിയ മാർക്സിസ്റ്റുകളാണ് അതിന് തുടക്കം കുറിച്ചത്. EP തോംസനെ പോലെ, റെയ്മണ്ട് വില്യംസിനെ പോലെ, സ്റ്റുവർട്ട് ഹാളിനെ പോലെ തങ്ങളുടെ ചിന്തയുടെ അടിസ്ഥാനമായി മാർക്സിസത്തെ സ്വീകരിച്ചവരും എന്നാൽ ആശയങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ലോകം ഒരനുബന്ധ ലോകമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചവരുമായ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിന്താ പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് ഇവരെല്ലാം. ഇപ്പം നേരത്തെ സഖാവ് ഗ്രാംഷിയെ കുറിച്ച് പറഞ്ഞു. ഗ്രാംഷി കീഴാള ചരിത്രം, സബാൾട്ടേൺ എന്നൊരാശയം ഗ്രാംഷി മുമ്പോട്ട് വയ്ക്കുമ്പോൾ ആ സബാൾട്ടേൺ എന്ന ആശയത്തെ മുൻനിർത്തി രാഷ്ട്രീയ ചരിത്രം എഴുതിയതിലെ ഏറ്റവും വലിയ വിജയമായി തീർന്നത് ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് കൂടിയായിരുന്ന EP തോംസന്റെ ഗ്രന്ഥമാണ് മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്. 1940-കളിലാണ് ആ പുസ്തകം വരുന്നത്. ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തിൻ്റെ രൂപീകരണം എന്നതിൽ എങ്ങനെയാണ് സംസ്കാരം ഇടപെട്ടത്, അതിൻ്റെ റോൾ എന്താണ് എന്ന് വളരെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു പുസ്തകമാണ്. ഇങ്ങനെ മാർക്സിസത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംസ്കാരത്തെ പഴയ മട്ടിൽ ആശയാവലികളുടെ കലയുടെ ഒരനുബന്ധ ലോകമായി കാണുന്നതിന് പകരം ഒരടിസ്ഥാന മേഖലയായി സംസ്കാരത്തെ സ്ഥാപിച്ചെടുത്ത ഒരു പാരമ്പര്യമാണ് ബ്രിട്ടീഷ് കൾച്ചർ സ്റ്റഡീസിനുള്ളത്. അത് കേരളത്തിൻ്റെ ചിന്താപരിസരത്തേക്ക് കൊണ്ടുവരികയും മാർക്സിസവുമായി അതിനെ ബന്ധിപ്പിച്ച് അവതരിപ്പിക്കുകയും അങ്ങനെ സംസ്കാര പഠനത്തിൻ്റെ ഒരു മേഖലയെ കേരളീയ മാർക്സിസവുമായി കൂട്ടിയിണക്കാനുള്ള വളരെ സംവാദാത്മകമായ പരിശ്രമം നടത്തുകയും ഒക്കെ ചെയ്ത ഒരാളായിരുന്നു PG. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PG ഒരു മാർക്സിസ്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ മാർക്സിസത്തിൻ്റെ ഔപചാരിക പാഠപുസ്തകങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം. ആ പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് ചലനാത്മകമായ പരിവർത്തന വ്യഗ്രമായ ഒരു സൈദ്ധാന്തിക സമീക്ഷ എന്ന നിലയ്ക്ക് മാർക്സിസം നേടിയ വികാസങ്ങളെ കേരളീയ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും നമ്മുടെ ആലോചനയുടെ പരിസരങ്ങളിൽ നമ്മുടെ വിജ്ഞാന വ്യവസ്ഥയുടെ ഉള്ളിൽ അതിനെ സ്ഥാപിച്ചെടുക്കാനുമുള്ള വലിയ പരിശ്രമങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഇത് ഏതെങ്കിലും ഒരു സർവകലാശാലയെ കേന്ദ്രീകരിച്ച് നടത്തിയതല്ല, മറിച്ച് കവലകളിൽ നടത്തുന്ന പ്രസംഗങ്ങളിലും വിദ്യാർത്ഥികൾക്ക് എടുക്കുന്ന ക്ലാസ്സുകളിലും നേരത്തെ സഖാവ്
ഈ ദേശാഭിമാനിയിലെ പഠന ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. ആ പഠന ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ PG അവിടെ ക്ലാസ് എടുക്കാൻ വന്നത് 96-ലാണ്. PG അവിടെ ക്ലാസ് എടുക്കാൻ വന്നത് ഒരു വലിയ ഭൂപടവുമായിട്ടാണ്, അതുപോലെ ഒരു ഗ്ലോബുമായിട്ട്. ഈ ഭൂപടവും ഗ്ലോബും വച്ച് ഭൂപട നിർമ്മാണത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അന്ന് PG മണിക്കൂറുകൾ സംസാരിച്ചത്. എങ്ങനെയാണ് ഭൂപടം ഉണ്ടാകുന്നത്, മെർക്കേറ്റർ പ്രൊജക്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഭൂപട നിർമ്മിതിയുടെ സാങ്കേതികതയ്ക്കുള്ളിൽ എന്ത് തരത്തിലുള്ള പ്രത്യയശാസ്ത്ര താല്പര്യങ്ങളാണുള്ളത്, മറ്റ് ഭൂഖണ്ഡങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്വഭാവമൊന്നുമില്ലെങ്കിലും യൂറോപ്പിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഭൂഖണ്ഡമായി പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ മാപ്പ് ചുമരിൽ തൂക്കിയിടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വടക്ക് ഭാഗം മുകളിലായിരിക്കണം എന്ന് നിഷ്കർഷിക്കപ്പെടുന്നത്, നമ്മൾ വളരെ സ്വാഭാവികമെന്ന് കരുതുന്ന ഈ കാര്യങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള രാഷ്ട്രീയത്തെ സുവിശദമായി പ്രതിപാദിച്ചുകൊണ്ടാണ് അന്ന് PG ക്ലാസ് എടുക്കുന്നത്. അന്ന് കാർട്ടോഗ്രഫി എന്നത് പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന മേഖലയായിട്ട് വികസിച്ചിട്ടില്ല, ഭൂപട വിജ്ഞാനം. പക്ഷേ PG ആ വിജ്ഞാന മേഖലയുടെ സൂക്ഷ്മാംശങ്ങളെ തൻ്റെ കൂടി രാഷ്ട്രീയ ബോധ്യങ്ങളെ മുൻനിർത്തി വിശദീകരിച്ചത് ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് മനസ്സിലാക്കിയതാണ്. ഞാൻ പറയുന്നത്, ഒരുപക്ഷെ കേരളത്തിലെ സർവകലാശാലകളിൽ തന്നെ കാർട്ടോഗ്രഫിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ കുറിച്ച് വലിയ ആലോചനകളൊന്നും തുടങ്ങിയിട്ടില്ലാത്ത കാലത്താണ് ദേശാഭിമാനിയുടെ ഒരു പരിശീലന ക്ലാസ്സിൽ PG ഇതേക്കുറിച്ച് അത്ര വിസ്തരിച്ച് സംസാരിക്കുന്നത്. ആ നിലയിൽ നോക്കിയാൽ PGയുടെ വൈജ്ഞാനിക മഹിമ എന്ന് പറയുന്നത് എത്രയോ മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതും ആ മേഖലകളെയൊക്കെ തന്നെ സമകാലികമാക്കാൻ പണിപ്പെടുന്നതുമാണ്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ചിന്താചരിത്രം നോക്കിയാൽ, കേരളത്തിലെ ചിന്താചരിത്രം നോക്കിയാൽ, 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ ചിന്തകന്മാർ എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്ന, പണ്ഡിതന്മാർ എന്ന നിലയിൽ കാണാൻ കഴിയുന്ന 3 പേരിൽ ഒരാൾ PG ആണെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ആദ്യത്തെ ആള് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ബാലകൃഷ്ണപിള്ള അക്കാലത്ത് ലോകത്തുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ വിജ്ഞാനത്തോടും സംവദിക്കാൻ ശ്രമിച്ച ഒരാളാണ്, അത് ആർജിക്കാൻ ശ്രമിച്ച ഒരാളാണ്. പിന്നാലെ നാം ആ നിലവാരത്തിൽ ഒരാളെ കാണുന്നത് NV കൃഷ്ണവാര്യരെയാണ്. മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന, വലിയ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന, നാനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരാളായിരുന്നു NV. ആ നിലവാരത്തിൽ വിജ്ഞാനത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും കടന്നു നിൽക്കുകയും, മാർസിന്റെ പഴയ വാക്യം കടമെടുത്ത് പറഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിക്കുന്ന യാതൊന്നും എനിക്ക് അന്യമല്ല എന്ന് കരുതിക്കൊണ്ട് അതിലെല്ലാം ഇടപെടുകയും ചെയ്ത ഒന്നായിരുന്നു PGയുടെ ജീവിതം. അത് കുറ്റാന്വേഷണ നോവലിൽ താല്പര്യമുള്ള ഒന്നായിരുന്നു, അത് ചതുരംഗത്തിൽ താല്പര്യമുള്ള ഒന്നായിരുന്നു, കളികളുടെ സാംസ്കാരിക ചരിത്രത്തിൽ, ഭക്ഷണത്തിൽ, വസ്ത്രധാരണത്തിൽ, സാർവദേശീയ ചരിത്രത്തിൽ ഒക്കെ. PGയുടെ സാർവദേശീയ പങ്ക്തി ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഒരു സാർവദേശീയ പ്രശ്നത്തെ PG വിശദീകരിക്കുമ്പോൾ നമ്മുടെ പത്രങ്ങളിൽ കാണുന്ന സാർവദേശീയ വിശകലനത്തിൽ നിന്ന് അത് എത്രയോ വ്യത്യസ്തമായിരുന്നു എന്ന കാര്യം. 3 തലങ്ങളിലേക്ക് അത് ഒരുമിച്ച് തുറക്കും. ഒന്ന്, താൻ അവതരിപ്പിക്കുന്ന വിഷയം ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രവും അതിന് ചുറ്റുപാടുമുള്ള ഭൂപ്രദേശങ്ങളും അവയുടെ രാഷ്ട്രീയ ബന്ധങ്ങളും. 2, ആ ഭൂപ്രദേശത്തിൻ്റെ ഭൂതകാല ചരിത്രം, അത് എങ്ങനെയാണ് പരിണമിച്ച് ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്തിയത് എന്ന കാര്യം. 3, അന്നത്തെ സമകാലിക രാഷ്ട്രീയ സന്ദർഭം, പൊളിറ്റിക്കൽ ജോഗ്രഫി എന്ന് വിളിക്കാവുന്ന ഒന്ന്. ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നതിന് പകരം പൊളിറ്റിക്കൽ ജോഗ്രഫിയിലേക്കും കൾച്ചറൽ ഹിസ്റ്ററിയിലേക്കും ഇന്റർനാഷണൽ റിലേഷൻസിലേക്കും ഒരുപോലെ ആ പ്രശ്നത്തെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് PGയുടെ സാർവദേശീയ പഠനങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാർവദേശീയ പഠനങ്ങൾ ഒന്നും തന്നെ കാര്യമായി സമാഹരിക്കപ്പെട്ടിട്ടില്ല. 10-20 ലേഖനങ്ങളുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ സാർവദേശീയത എന്നൊരു ചെറിയ പുസ്തകം മാത്രമാണ് PGയുടെ സാർവദേശീയ പഠനങ്ങളായിട്ട് ഇന്ന് പുസ്തക രൂപത്തിലുള്ളത്. ഒരുപക്ഷെ 50 കൊല്ലക്കാലം PG എഴുതിയതിൽ ഏറ്റവും കൂടുതൽ എഴുതിയത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ചായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
കൈവെള്ളയിൽ എന്ന പോലെ ലോകത്തിൻ്റെ മുക്കും മൂലയും അറിയുമായിരുന്ന ഒരാളായിരുന്നു PG. അത് മുഴുവൻ ഏതെല്ലാമോ ചെറു മാസികകളിലായി ചിന്തയുടെ താളുകളിലും ദേശാഭിമാനിയുടെ താളുകളിലുമായിട്ട് ഒതുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ ഒരു വസ്തുത. മലയാളം രൂപപ്പെടുത്തിയ അന്താരാഷ്ട്ര പഠനത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃക വാസ്തവത്തിൽ PGയുടേതാണ് എന്ന കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 3 ആളുകളെ എടുത്താൽ, ഇതുപോലെ മറ്റൊരു 3 പേരെ ആലോചിച്ചാൽ കേരളത്തിലെ മാർക്സിസ്റ്റ് ചിന്തയുടെ 3 വലിയ പേരുകൾ, ഒന്ന് EMSൻ്റെതാണ്, മറ്റൊന്ന് K ദാമോദരൻ്റെതാണ്, മൂന്നാമതൊന്ന് PGയുടേതാണ്. അങ്ങനെ വിജ്ഞാന ചരിത്രത്തിലെ 3 പേരെ എടുത്താലും മാർക്സിസ്റ്റ് ചിന്തയുടെ ചരിത്രത്തിലെ 3 പേരെ എടുത്താലും രണ്ടിലും ഒരുപോലെ ഉൾപ്പെട്ട് നിൽക്കാൻ ബലമുള്ള ഒരാളായിരുന്നു PG. ചെറിയൊരു കാര്യമല്ല. ആ രണ്ടിലും PG പെടുമായിരുന്നു. NV കൃഷ്ണവാര്യരോടോ അല്ലെങ്കിൽ കേസരി ബാലകൃഷ്ണപിള്ളയോടോ ഒപ്പം നിൽക്കാൻ പോകുന്ന വൈജ്ഞാനിക ബലം PGക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവരെക്കാൾ വ്യാപ്തിയിൽ PG വായിച്ചിട്ടുണ്ട് എന്നും വേണമെങ്കിൽ പറയാം. കേസരിയുടെ കാലത്തേക്കാൾ വളരെ മുമ്പിലാണ്, NVയെക്കാളും കുറെ കൂടി മുമ്പിലാണ്. അവർ വ്യാപരിക്കാത്ത പല മേഖലകളിലും PG വ്യാപരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ വ്യാപരിച്ച ചില മേഖലകളില്ലോ. ഇപ്പൊ കേസരിക്ക് ചിത്രകലയിലുണ്ടായിരുന്ന വളരെ ആഴമേറിയ ഒരു സൂക്ഷ്മധാരണ PGയുടെ എഴുത്തുകളിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ചിലത്. എന്നാലും വിജ്ഞാനത്തിൻ്റെ ഈ വിപുല ലോകം PGയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. മാർക്സിസ്റ്റ് ചിന്തയുടെയും വലിയൊരു ലോകം. അത് PGയെ കുറിച്ച് പറയുന്ന കാര്യത്തെക്കുറിച്ച് ബേബ് ഇവിടെ പറഞ്ഞല്ലോ. PGയോട് ചോദിക്കൂ, PGയുടെ ഒരു സവിശേഷത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ വഴി വികസിച്ചു വന്ന മാർക്സിസത്തിൻ്റെ പാരമ്പര്യത്തിൽ ഏതാണ്ട് വേരാഴ്ത്തി നിൽക്കുന്ന പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുമ്പോഴും ഈ പാരമ്പര്യത്തോട് പല നിലയിൽ ഏറ്റുമുട്ടുന്ന പടിഞ്ഞാറൻ മാർക്സിസത്തിൻ്റെ ആശയാവലികളോടും അതിലെ പുതിയ പ്രവണതകളോടും അതിനകത്തുണ്ടാകുന്ന വഴിതിരിയലുകളോടുമൊക്കെ സംവാദാത്മകത പുലർത്തിയ ഒരാളുമായിരുന്നു PG. അതിനെ ആകമാനം തള്ളിക്കളയാനല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക പഠനങ്ങളെ പടിഞ്ഞാറൻ മാർക്സിസത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം PG ഒരു ഇൻട്രൊഡക്ടറി ടെക്സ്റ്റ്, ഒരു പരിചായക സ്വഭാവത്തിൽ ഒരാശയം പരിചയപ്പെടുത്തുന്നു എന്ന നിലയിൽ എഴുതിയ ഏതാണ്ട് ഒരേ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് സൗന്ദര്യ ശാസ്ത്രം എന്ന പുസ്തകമാണ്. അത് മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും കൃതികളെക്കുറിച്ച് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും പിന്നീട് വിശദമായി പ്രതിപാദിക്കുന്നത് ലൂക്കാച്ച് മുതൽ ഇങ്ങോട്ടുള്ള പടിഞ്ഞാറൻ മാർക്സിസത്തിൻ്റെ ചിന്തകരുടെ ആശയാവലികളെയാണ്. ഇത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ, അതുപോലെ EMനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാംഷിയുടെ ചിന്താലോകത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും മാർക്സിസത്തിൻ്റെ ഏതാണ്ട് ദൃഢസ്വഭാവമുള്ള ഇവിടുത്തെ ഒരു ചിന്താലോകത്തെ കുറച്ചുകൂടി തുറസുള്ളതാക്കാനും സംവാദ സന്നദ്ധമാക്കാനും വളരെ ബോധപൂർവം പരിശ്രമിച്ച ഒരാൾ കൂടിയായിരുന്നു PG. 1984 TK രാമേന്ദ്രൻ എഡിറ്ററായി, ചിന്തരവി എഡിറ്ററായി TK രാമേന്ദ്രൻ്റെ മുൻകൈയിൽ കലാദർശനം മാർക്സിസ്റ്റ് മാനദണ്ഡം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൃതി, കേരളത്തിലെ മാർക്സിസ്റ്റ് ചിന്തയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അത്. 1984 മറ്റാണ്, 3 4 ആണ് അത് പുറത്തു വരുന്നത്. ആ ഗ്രന്ഥത്തിൽ മാർക്സിസ്റ്റ് ചിന്തയുടെ അന്നത്തെ സമകാലിക മുഖമാണ് B രാജീവനും സച്ചിദാനന്ദനും മുരളീധരനും ഒക്കെ പോലുള്ള ആളുകൾ എഴുതുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപക്ഷെ ക്ലാസിക്കൽ എന്ന് വിളിക്കാവുന്ന ഒരു മാർക്സിസ്റ്റ് പാരമ്പര്യത്തിൽ വരുന്ന ഒരേ ഒരാൾ PG ആണ്. PGയുടെ ലേഖനം ആ പുസ്തകത്തിലുണ്ട്. അതിൻ്റെ ഒരർത്ഥം എന്താന്ന് വെച്ചാൽ ഈ സംവാദ സന്നദ്ധത. പക്ഷേ പടിഞ്ഞാറൻ മാർക്സിസം അതിൻ്റെ വിമർശകർ പലരും പറഞ്ഞതുപോലെ ഒരു ബൂർഷ്വാ സിദ്ധാന്തമായി പരിണമിക്കുകയും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തോട് എന്നതിനേക്കാൾ കൂടുതലായി ബൂർഷ്വാ സിദ്ധാന്തത്തോട് അടുപ്പം കാണിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ ആ പ്രവണതകളോട് വിമർശനാത്മകമായി പ്രതികരിക്കാനും PG സന്നദ്ധമാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൈദ്ധാന്തിക ശുദ്ധിയുടെ, സൈദ്ധാന്തിക കൃത്യതയുടെ പേരിൽ രാഷ്ട്രീയമായ ഒരു പ്രയോഗശേഷിയെ ഒഴിവാക്കാൻ PG ശ്രമിച്ചിട്ടില്ല. PG ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ അഭിമുഖത്തിൽ
തന്നെ സ്വയം വിലയിരുത്തുന്നത് ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ, അധ്യാപകൻ, പണ്ഡിതൻ എന്ന നിലയ്ക്കൊന്നുമല്ല. അതിനേക്കാളൊക്കെ കൂടുതലായി അദ്ദേഹം സ്വയം വിലയിരുത്തിയിട്ടുള്ളത് ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ്. താനൊരു മാർക്സിസ്റ്റ് ആക്ടിവിസ്റ്റ് ആണ്. ആ ആക്ടിവിസത്തിൻ്റെ ഭാഗമാണ് തൻ്റെ സൈദ്ധാന്തിക പ്രവർത്തികൾ എന്നാണ് PG അഭിമുഖത്തിൽ പറയുന്നത്. അതൊരിടയ്ക്ക് കുറച്ച് കോലാഹലം ഉണ്ടാക്കിയ ഒരു അഭിമുഖമാണ്. അതിൽ സ്വയം വിലയിരുത്തുന്ന ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ്. ഞാൻ പറഞ്ഞത് പടിഞ്ഞാറൻ മാർക്സിസത്തിനൊക്കെ വന്നുപെട്ട ഒരു സർവകലാശാല പാണ്ഡിത്യത്തിൻ്റെയും സർവകലാശാല വിജ്ഞാനത്തിൻ്റെയും തത്വചിന്താപരമായ ആലോചനകളുടെയും ഒരു വിഷയമായി മാർക്സിസത്തെ മാറ്റുകയും അതിൻ്റെ സാമൂഹികമായ പ്രയോഗക്ഷമതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന അക്കാദമിക് മാർക്സിസത്തോട് ഏതെങ്കിലും നിലയിൽ ഒത്തുതീർപ്പിലെത്താൻ PG സന്നദ്ധനായിട്ടില്ല. എന്നാൽ അക്കാഡമിക് മാർക്സിസം നൽകിയ അല്ലെങ്കിൽ നവമാർക്സിസം എന്ന് വിളിക്കപ്പെട്ട പ്രവണതകൾ തുറന്നിട്ട ആശയങ്ങളുടെ സാധ്യതകളെ അദ്ദേഹം തള്ളിക്കളഞ്ഞുമില്ല. ഈ രണ്ട് ലോകങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് സംവാദപരമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്താൻ കഴിയുമോ എന്ന വലിയൊരു ചോദ്യമാണ്, അന്വേഷണമാണ് PG നടത്തിയത്. ഒരുപക്ഷെ ഇന്നത്തെ നിലയിൽ അത് വളരെ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ആശയാവലികളുടെയും സംസ്കാരത്തിൻ്റെയും അനുഭൂതി നിർമ്മാണത്തിൻ്റെയും മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഫാഷിസ്റ്റുകൾ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം കൈയാളുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിൽ ഫാസിസ്റ്റുകൾക്കുള്ള പിടിമുറുക്കത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്ന് സംസ്കാരത്തിൻ്റെ മേഖലയിൽ അവർക്കുള്ള മേൽക്കൈയാണ് എന്ന് പറയാം. ഇന്ത്യയുടെ ഭൂതകാലം, ഇന്ത്യയുടെ പൗരാണിക ചരിത്രം ഇതൊക്കെ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന അബോധധാരണയെ ഇന്ത്യൻ സമൂഹത്തിലാകെ പടർത്താൻ വാസ്തവത്തിൽ ഫാഷിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഫാഷിസ്റ്റുകളുടെ ബോധപൂർവമായ ശ്രമം കൊണ്ട് മാത്രമല്ല, മറിച്ച് ആധുനിക ഇന്ത്യ വികസിച്ചു വന്നതിനുള്ളിൽ തന്നെ ഈ വൈരുദ്ധ്യമുണ്ട്. ഒരുപക്ഷെ ഈ വൈരുദ്ധ്യത്തെ ഏറ്റവും സമഗ്രമായി തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകം PG മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. റോമില ഥാപ്പറുടെ ഭൂതകാലവും മുൻവിധികളും, പാസ്റ്റ് ആൻഡ് പ്രിജുഡൈസ് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ഭൂതകാലത്തെ മതപരമായ ഒന്നാക്കി മാറ്റുന്ന ഒരു ആസൂത്രിത പദ്ധതി 19-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യ ചരിത്ര പഠനത്തിൽ വികസിച്ചു വന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പ്രതിപാദനം കാണാം. PG മലയാളത്തിലേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ചരിത്ര പഠനങ്ങളിൽ ഒന്ന് ഥാപ്പറുടെ ആ പുസ്തകമാണ്. മറ്റൊന്ന് ഇർഫാൻ ഹബീബിൻ്റെ പഠനമാണ്. ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചും അതുപോലെ ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ചുമുള്ള ഇർഫാൻ ഹബീബിൻ്റെ പഠനങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ കാലത്തെ അഭിസംബോധന ചെയ്യാൻ പര്യാപ്തമായ മട്ടിൽ അറിവിൻ്റെ പുതിയ ലോകങ്ങളെ കൊണ്ടുവരികയും അതിന് മാർക്സിസ്റ്റ് ചിന്തയോട് ചേർത്ത് മാർക്സിസത്തെ തന്നെ സർഗാത്മകമായി നവീകരിക്കാനുള്ള ശ്രമം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ വേരാഴ്ത്തി നിൽക്കുന്ന നിരവധി പ്രവണതകളോട് PG കലഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള PGയുടെ പരിശ്രമങ്ങൾ, സൈലന്റ് വാലി പ്രക്ഷോഭം ഉയർന്നു വന്ന സമയത്ത് ഏതാണ്ട് ഒറ്റയ്ക്കെന്നുള്ള മട്ടിൽ അദ്ദേഹം നടത്തിയ ചെറുത്തുനിൽപ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ സ്ത്രീവിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള PGയുടെ ഇടപെടലുകൾ, ഇതൊക്കെ കേവലം ഒരു വ്യക്തിയുടെ ബോധ്യങ്ങളുടെ ആവിഷ്കാരം എന്നതിനപ്പുറം നമ്മുടെ സമൂഹത്തെ ജനാധിപത്യപരമായി നിലനിർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിശ്രമങ്ങളായിരുന്നു. ആ പരിശ്രമങ്ങളുടെ ഫലവും വ്യാപ്തിയും നാം അതേ നിലയിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്നത് സംശയകരമാണ്. പക്ഷേ മാർക്സിസത്തെ സമകാലികമാക്കി തീർക്കാൻ കേരളത്തിൽ നടന്ന വലിയ പരിശ്രമമായിരുന്നു P. ഗോവിന്ദപിള്ളയുടെ ജീവിതം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരാശയം. അതുകൊണ്ട് PG ഓർക്കുന്ന സമയത്ത് വലിയൊരു പണ്ഡിതനെ ഓർക്കുന്നു, വലിയ ഒരു ജ്ഞാനിയെ ഓർക്കുന്നു, മാർക്സിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു വലിയ നേതാവിനെ ഓർക്കുന്നു. എന്നതിനെല്ലാം അപ്പുറം നമ്മുടെ കാലത്തെ ചലനാത്മകമാക്കാൻ പോന്ന വൈജ്ഞാനികവും രാഷ്ട്രീയവുമായ ഒരു പ്രവർത്തന പാരമ്പര്യത്തെ ഓർക്കുന്നു. ആ പ്രവർത്തന പാരമ്പര്യത്തെ നമ്മുടെ പരിസരത്തേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിക്കുന്നു എന്നതാണ്
ശ്രമിക്കണമെന്നതാണ് ആ ഓർമ്മയുടെ പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കമായി തീരേണ്ടത്. അതിനുതകുന്ന മട്ടിൽ നമ്മുടെ ആലോചനകളെ തന്നെ കൂടുതൽ വികസിപ്പിക്കാൻ, ഉപരിപ്ലവമായ ശബ്ദഘോഷങ്ങൾ മുഴങ്ങുന്ന ഒന്നായി നമ്മുടെ പൊതു അന്തരീക്ഷം മാറിയിട്ടുണ്ട്. നമ്മുടെ വലതുപക്ഷവൽക്കരണം, നമ്മുടെ സമൂഹത്തിൻ്റെ വലതുപക്ഷവൽക്കരണം തന്നെ അരങ്ങേറുന്നത് ഈ നിലയിലുള്ള ആഴമേറിയ ആലോചനകളെ അസാധ്യമാക്കുന്ന മട്ടിലുള്ള താർക്കികതയുടെയും ശബ്ദഘോഷങ്ങളുടെയും ഒരു പെരുപ്പം കൊണ്ടാണ്. ഇന്ന് വളരെ കൂടുതൽ ഇത് സംഭവിക്കുന്നുണ്ട്. തമ്മിലുള്ള തർക്കത്തിൻ്റെ, അന്യോന്യമുള്ള താർക്കികമായ ഏറ്റുമുട്ടലുകളുടെ, നിരർത്ഥകമായ ശബ്ദഘോഷത്തിൻ്റെ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാക്കുകയും അതിൽ നമ്മുടെ സൂക്ഷ്മാലോചനകളെ മുഴുവൻ മുക്കിത്താഴ്ത്തുകയും ചെയ്യുന്ന ആസൂത്രിതമായ ഒരു വലതുപക്ഷ പദ്ധതി ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അത് കേരളത്തിലും ഉണ്ട്. ഫാഷിസത്തെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുള്ള പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഫാഷിസത്തിൻ്റെ പ്രധാനപ്പെട്ട സാമൂഹിക ഇടപെടൽ രീതികളിലൊന്ന്, അതിനെ അവർ വിശേഷിപ്പിക്കുന്നത് ആൻറ്റി ഇൻ്റലക്ച്വലിസം എന്നതാണ്. ബൗദ്ധിക വിരുദ്ധത, ബൗദ്ധിക വിരോധം. ഏത് വിഷയത്തെയും കേവല യുക്തിയുടെ കറുപ്പും വെളുപ്പുമായിട്ട് തരംതിരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിക്കുക, അതിനപ്പുറമുള്ള അതിൻ്റെ സങ്കീർണതകളെ മുഴുവൻ ഒഴിവാക്കുക. ഇതാണ് ഞാൻ താർക്കികം എന്ന് പറഞ്ഞത്. അങ്ങനെ സാമാന്യ യുക്തി കൊണ്ട് വിശദീകരിക്കപ്പെടാൻ കഴിയാത്തതെല്ലാം അർത്ഥശൂന്യമാണെന്ന് കരുതുന്ന ഒരാൾക്കൂട്ടത്തെ, പഴയ ഒരു നോവലിൻ്റെ പേര് കടമെടുത്ത് പറഞ്ഞാൽ തകരച്ചണ്ട പോലെ മുഴങ്ങുന്ന ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് ആ ആൾക്കൂട്ടത്തിന് മുകളിൽ അധികാരം അടിച്ചേൽപ്പിക്കുകയാണ് ഫാഷിസ്റ്റുകൾ ലോകമെമ്പാടും ചെയ്തത്. അതുകൊണ്ട് ഫാഷിസത്തിനെതിരായ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഊന്നലുകളിലൊന്ന്, വിഷയങ്ങളെ ആഴത്തിലും സമഗ്രതയിലും കാണാൻ പ്രാപ്തിയുള്ള ഒരു വൈജ്ഞാനിക ബലം സമൂഹത്തിനുണ്ടാവുക എന്നതാണ്. ആ വൈജ്ഞാനിക ബലത്തെ, അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ കേരളീയ ജീവിതത്തിൽ ഉറപ്പിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ പണിപ്പെട്ട, നമ്മുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പണിപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു PG. അതുകൊണ്ട് PG ഓർക്കുന്ന സമയത്ത് അതിൻ്റെ രാഷ്ട്രീയമാനമുണ്ട്. അല്ലാതെ ഒരു വലിയ പണ്ഡിതനായിരുന്നു എന്ന് ഓർക്കുകയല്ല, വലിയ നേതാവായിരുന്നു എന്ന് ഓർക്കുകയല്ല. അതിൻ്റെ പിന്നിൽ ഈ ഒരു വലിയ ശ്രമമുണ്ട്. ഒരു ഭൂപടം കണ്ടാൽ അതൊരു ഭൂപടമാണെന്ന് കണ്ടു മടങ്ങുന്നതിന് പകരം അതിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണെന്ന് ആലോചിക്കുന്ന ഒന്നിലേക്ക്, ഒരു പഴഞ്ചൊല്ല് കേട്ടാൽ ഈ പഴഞ്ചൊല്ലിൻ്റെ വടിവ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ആലോചിക്കുന്ന ഒന്നിലേക്ക് ആലോചനകളെ മാറ്റിയെടുക്കാനുള്ള ഒരു പൊളിറ്റിക്കലായ വിസ്ഡം, ഒരു രാഷ്ട്രീയ വിവേകം നമ്മുടെ സമൂഹത്തിനുണ്ടാവുക എന്നുള്ളത് മാർക്സിസ്റ്റുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പണിപ്പെട്ട ഒരാൾ, PG ചെയ്ത മറ്റ് പല മേഖലകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് കൂടി ഒരു കാര്യം ഞാൻ പറയാം. PG എഴുതിയ ഒരു ജീവചരിത്രവും വ്യക്തി ജീവചരിത്രമല്ല. ഇപ്പോൾ പൗലോസ് മാർ ഗ്രിഗോറിയസിനെ കുറിച്ച് PG എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം വായിച്ചാൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരിണാമ ചരിത്രം, അതിനകത്തുള്ള തത്വശാസ്ത്രപരമായ ദൈവശാസ്ത്രപരമായ സംവാദങ്ങളുടെ ചരിത്രം, അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ക്രിസ്തുമതത്തിൻ്റെ ദൈവശാസ്ത്ര വകഭേദങ്ങൾ, ഇത് മുഴുവൻ ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും മനോഹരമായി സംഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് പൗലോസ് മാർ ഗ്രിഗോറിയസിൻ്റെ ജീവചരിത്രമായിട്ട് PG എഴുതിയിട്ടുള്ളത്. ഒരാളുടെ ജീവചരിത്രം അയാളുടെ ജീവചരിത്രമായിട്ടല്ല, ഒരാശയ വ്യവസ്ഥയുടെ. ഡാർവിനെ കുറിച്ച് എഴുതുമ്പോൾ ഇത് കാണാം, എംഗൽസിനെ കുറിച്ചുള്ള ജീവചരിത്രത്തിൽ നിങ്ങൾക്കിത് കാണാം. ഒരാളുടെ ജീവചരിത്രം അയാളുടെ ജീവചരിത്രമായിട്ടല്ല, മറിച്ച് അയാൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ, അയാൾ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയാവലികളുടെ, അവ തമ്മിലുള്ള സംവാദങ്ങളുടെ, അതിനിടയിലുള്ള സംഘർഷങ്ങളുടെ വിപുലമായ ഒരു പ്രവൃത്തി മേഖലയായിട്ട് ഒരാളുടെ ജീവചരിത്രത്തെ മാറ്റിക്കൊണ്ടാണ് PGയുടെ ജീവചരിത്രങ്ങളൊക്കെ മലയാളത്തിൽ നിലനിന്നത്. അല്ലാതെ ഒരാളുടെ ജീവിതത്തെ, അയാളുടെ ജീവിതത്തിൻ്റെ കഥ പറയുന്ന ഔപചാരിക രീതിയിൽ PG ഒരു ഘട്ടത്തിലും അവതരിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ വിജ്ഞാനത്തിൻ്റെ സാമൂഹ്യവൽക്കരണം, ചരിത്രവൽക്കരണം, രാഷ്ട്രീയവൽക്കരണം എന്നതിന് ഏറ്റവും ആഴത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയ ഒരു വലിയ പ്രവൃത്തിയുടെ പേരുകൂടിയാണ്
പി ഗോവിന്ദപിള്ള എന്നത്. പി ജിയോടുള്ള സ്മരണ, പി ജിയുടെ സ്മരണ നാം നിലനിർത്തേണ്ടത് വാസ്തവത്തിൽ ആ പ്രവൃത്തിക്ക് നമ്മുടെ കാലത്ത് തുടർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. അതിനുള്ള ഒരു പ്രേരണ കൂടിയായി ഈ ശതാബ്ദി സ്മരണയെ മാറ്റി തീർക്കാൻ കഴിയണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമസ്കാരം.